കായംകുളം എരുവ വെസ്റ്റ് ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. അനുമോദനം, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. കായംകുളം എരുവ ഗവൺമെന്റ് LPസിന്റെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അംബിക അജിത് ഉദ്ഘാടനം നിർവഹിച്ചു. തുടക്കം മുതൽ ഒരു കല ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ എന്ത് കഷ്ടതകളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഒരു കലാപരമായി അല്ലെങ്കിൽ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു കരാട്ട അല്ലെങ്കിൽ അതുപരി കൊട്ട്, കഥകളി എല്ലാം എന്തെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ വയലിൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകരണം ആ കുഞ്ഞുങ്ങളൊന്നും ഒരു കലാപരമായി സമൂഹത്തിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളും ഇല്ല. അങ്ങനെയുള്ള മാതാപിതാക്കൾ അവരുടെ കഷ്ടതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം മറികടന്ന് ആ കുഞ്ഞുങ്ങളിൽ ഓരോ കലകൾ അഭ്യസിക്കാൻ വിടുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾ സ്കൂളുകളിൽ നിന്നായിരിക്കും ആ കുഞ്ഞുങ്ങൾ ഓരോ കലകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ആ ഒരു താല്പര്യം, ആ കലയോടൊരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. വാർഡ് കൗൺസിലർ അസീം നാസർ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക ആർ ശ്രീലേഖ സ്വാഗതം പറഞ്ഞു. മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര രൂപത പ്രഥമാധ്യക്ഷൻ ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത, നടനും മോട്ടിവേഷൻ സ്പീക്കറുമായ ചോട്ടാ വിപിൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഞാനൊക്കെ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം തിരിച്ചു വീട്ടിലെത്തുമ്പോൾ രാത്രി 7 മണിയായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കളിച്ച് ചിരിച്ച് നടന്നിരുന്നൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിക്കാലം ഞങ്ങൾക്ക് സമ്മാനിച്ചത് ആത്മവിശ്വാസവും മനോധൈര്യവുമുള്ള ഒരു വ്യക്തിത്വം ആയി ലോകത്തിന്റെ നെറുകയിലൂടെ നടക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നഗരസഭാ കൗൺസിലർമാർ, PTA ഭാരവാഹികൾ, MBTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മെയിൻ റോഡിലൂടെ പോകുന്ന അപകടം പറ്റിയ ആളുകളെ രക്ഷിക്കുവാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള സാഹസ പ്രവർത്തനങ്ങള് ഏറ്റവും വലിയ കൂട്ടുകുടുംബമെന്ന് അറിയപ്പെടുന്ന പത്തനാപുരത്തെ ഗാന്ധി ഭവന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ഇന്ന് പ്രവർത്തിക്കുമ്പോൾ ഓരോ വീട്ടിലും ഓരോ മരം വെച്ച് പിടിപ്പിക്കണം, അടുത്ത വീട്ടിലും ഒരു മരം വെച്ച് പിടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങള്, പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുമേനി എരുവ സ്കൂളിന്റെ 107ാമത് വാർഷികമാണ്, അവിടെ വരണം. ഞാൻ വിചാരിച്ചു കുറച്ച് കൊച്ചു കുട്ടികൾ മാത്രമേ കാണുകയുള്ളൂ. ഇവിടെ നോക്കിയപ്പോൾ ജനപ്രതിനിധികളെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ഹെഡ്മിസ്ട്രസ് പ്രിയപ്പെട്ട ടീച്ചർ വാസ്തവത്തിൽ കായംകുളം സെന്റ് മേരി സ്കൂളിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കായംകുളം സെന്റ് മേരീസിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് എന്ന്. എനിക്ക് ഏറെ സന്തോഷം തോന്നി. ന്യൂസ് ബ്യൂറോ, കായംകുളം.